നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈ ഒരാഴ്ച നിങ്ങൾ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഡിസംബർ 25 ജനുവരി 1 ദിവസങ്ങൾ കേരളത്തിൽ ഏറ്റവും അധികം ഹൃദയാഘാതം മൂലമുള്ള മരണം സംഭവിക്കുന്ന ദിവസങ്ങൾ. ഇത് കേരളത്തിൽ മാത്രമല്ല, അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകളും സമാനമാണ്. എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ഹൃദയാഘാതം മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്നത്? അതിന് പിന്നിൽ ഒരുപിടി കാരണങ്ങളുണ്ട്. ഇന്നലെ ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ ഈരാറ്റുപേട്ടയ്ക്കടുത്തുള്ള അമ്പാറ നിരപ്പിൽ എന്ന സ്ഥലത്തെത്തിയിരുന്നു. എൻ്റെ കസിൻ്റെ ഭർത്താവാണ് മരിച്ചത്. 60 വയസ്സ്. തലേന്ന് ക്രിസ്മസ് കാരലിലൊക്കെ പങ്കെടുത്തതിന് ശേഷം കുറേയേറെ ആളുകളെ അവരവരുടെ വീടുകളിലൊക്കെ കാറിൽ കൊണ്ടുചെന്നാക്കി. അതിനുശേഷം വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. പെട്ടെന്ന് ഹൃദയസ്തംഭനം. മിനിറ്റുകൾ പോലും നീണ്ടു നിന്നില്ല. അത്ര പെട്ടെന്നായിരുന്നു കടുത്ത ഹൃദയസ്തംഭനം. അദ്ദേഹം മരിച്ചു. നാട്ടുകാർക്കും വീട്ടുകാർക്കുമൊക്കെ ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു സാബു. നല്ല ജീവിതം, ഭക്ഷണ കാര്യങ്ങളിലും ദിനചര്യയിലുമൊക്കെ സൂക്ഷ്മതയുള്ളയാൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്നൊരു ഹൃദയാഘാതം അദ്ദേഹത്തെ ഇത്ര പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുപോയത്? ഇക്കഴിഞ്ഞ വർഷം, അതും ഡിസംബർ 25, എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവിൻ്റെ അനുജൻ, 45-നോടടുത്ത പ്രായം, ക്രിസ്മസ് ഊണൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തന്നെ കടയിലേക്കൊന്ന് ചെന്നു. പെട്ടെന്ന് കടയിൽ കുഴഞ്ഞു വീണു. ആളുകളെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു. ഇന്നലെ അമ്പാറ നിരപ്പയിലുള്ള ശവസംസ്കാര ചടങ്ങിനായി ഞാൻ അങ്ങോട്ടേക്ക് യാത്ര ചെയ്തപ്പോൾ വഴിയിൽ ഒരുപാട് മരണവീടുകൾ, ഒന്നും രണ്ടുമൊന്നുമല്ല, ഒരുപാട് മരണവീടുകൾ. ആളുകൾ വ്യസനത്തോടെ നിൽക്കുന്നു. ആ വീടുകൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ബോർഡിലേക്കൊന്ന് നോക്കുമ്പോൾ മറ്റൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയുന്നു. ഇവർക്കൊന്നും അധികം പ്രായമായിട്ടില്ല. മിക്കവാറും അവധി ആഘോഷങ്ങൾക്കിടയിൽ മരണത്തിൻ്റെ വാർത്ത നമ്മെ തേടിയെത്താറുണ്ട്. ക്രിസ്മസ് കാലത്താണ് ഏറെ. എന്തുകൊണ്ടാണ് ക്രിസ്മസ് കാലത്ത് ഇത്രയധികം മരണങ്ങൾ സംഭവിക്കുന്നത്? ഇതേക്കുറിച്ച് വെറുതെ ഒന്ന് ആലോചിച്ചു. ചില ഡോക്ടർമാരുമായി സംസാരിച്ചു. പിന്നീട് ചില പഠനങ്ങൾ ഒന്ന് വായിച്ചു. ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡിസംബർ 22 മുതൽ ജനുവരി 1 വരെയുള്ള ഒരാഴ്ചക്കാലം ഏറ്റവും അപകടകരമായ ദിവസങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. മരണം നമ്മെ കൂട്ടിക്കൊണ്ടുപോകാനായി തൊട്ടടുത്തെത്തുന്ന ദിവസങ്ങൾ. മരണം ആരെ തേടിയെത്തുമെന്ന് പറയുക വയ്യ. ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആകസ്മികമായി അങ്ങനെ മരണത്തിലേക്ക് നീങ്ങാം. ചിലർ പറയും ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി നല്ല മദ്യപാനമൊക്കെ നടക്കുന്ന സമയമാണ്, അതുകൊണ്ടാണ് മരണങ്ങളേറെയെന്ന്. എന്നാൽ ചില മദ്യപാനികളെ നമ്മൾ ഒന്ന് അടുത്തൊന്ന് ശ്രദ്ധിക്കുക. അവരൊക്കെ വളരെ ഉത്സാഹവതികളാണ്, നല്ല കൂട്ടുകെട്ടുള്ളവർ. സൗഹൃദങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന, മിതമായ തോതിൽ മദ്യം കഴിക്കുന്ന ചിലർ അങ്ങനെ വലിയ ആയുസ് വരെ സുഖമായി ജീവിക്കും. അവർ പൊട്ടിച്ചിരിക്കും, വലിയ സ്ട്രെസ്സൊന്നുമില്ല. അതുതന്നെയാണ് കാരണം. എന്നാൽ മദ്യപാനമൊന്നുമില്ലാത്ത വളരെ സീരിയസ് ആയി ജീവിക്കുന്ന മറ്റു ചിലരുണ്ട്. അവരൊക്കെ ഓരോ അഗ്നിപർവ്വതങ്ങൾ തന്നെയാണ്. വലിയ സ്ട്രെസ്സാണ് അവരുടെ ഉള്ളിൽ. മദ്യപാനമില്ല, സമൂഹത്തിനൊന്നും മറ്റ് അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കില്ല. പക്ഷേ അവരെ മരണം പെട്ടെന്നങ്ങ് കൂട്ടിക്കൊണ്ടുപോകും. വലിയ സ്ട്രെസ്സൊന്നും എടുക്കാനുള്ള കഴിവ് അവർക്കില്ല. ഇത്തരം പല കാരണങ്ങളുണ്ട് ഓരോ മരണങ്ങൾക്കും. ഡിസംബർ 22 ജനുവരി 1 ഏറ്റവും കൂടുതൽ ആളുകൾ ഹൃദയാഘാതം മൂലം മരിക്കുന്നതെന്നാണ് ഇപ്പോൾ കണക്കുകൾ പറയുന്നത്. താപനിലയൊക്കെ വല്ലാണ്ട് തണുത്തു നിൽക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ രക്തക്കുഴലുകൾ ചുരുങ്ങാൻ ഇത് കാരണമാകുന്നു. അതുമൂലം രക്തസമ്മർദ്ദം വർദ്ധിക്കുകയും രക്തം പമ്പ് ചെയ്യാൻ ഹൃദയത്തെ കഠിനമായി പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. തണുപ്പ് കാലമായാൽ പ്രത്യേകം സൂക്ഷിക്കണം. നേരത്തെ എന്തെങ്കിലും ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർക്ക് ഹൃദയാഘാത സാധ്യത ഈ കാലത്ത് വളരെ കൂടുതലായിരിക്കും. അവധിക്കാലം നമുക്ക് സന്തോഷകരമായ ദിവസങ്ങളൊക്കെ പ്രദാനം ചെയ്യും. എന്നാലും പലർക്കും ഇത് സമ്മർദ്ദങ്ങളുടെ ഒരു കാലം കൂടിയാണ്. നിരവധി പരിപാടികൾ ഒരുമിച്ച് ആസൂത്രണം ചെയ്ത കാലം. എല്ലാം എങ്ങനെ ഓടിയെത്തിക്കും എന്ന വേവലാതി. മറുവശത്ത് സാമ്പത്തിക സമ്മർദ്ദങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ആഴം പറയുകയും വേണ്ട. സ്ട്രെസ് തന്നെയാണ് മിക്കവരുടെയും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കുള്ള അടിസ്ഥാന പ്രശ്നം. ഇത് കോർട്ടിസോൾ, അഡ്രിനാലിൻ തുടങ്ങിയ ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകും. മറ്റ് നിരവധി കാരണങ്ങളുണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മെ മരണം തേടിയെത്താൻ. ഹൃദയസ്തംഭനം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന വാർത്തയും. ഹൃദയത്തെ ആയാസപ്പെടുത്തുന്ന സമ്പന്നമായ കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളൊക്കെ ഏറെ വാരിവലിച്ച് തിന്നുന്ന സമയം. പല സ്ഥലങ്ങളിലും കൂട്ടുകാർ ഒത്തുചേർന്ന് അമിതമായ മദ്യപാനം. പിന്നെ ദിവസങ്ങളോളം ക്രിസ്മസ്, ന്യൂ ഇയർ കേക്കുകളുടെ പ്രളയമാണ്.
എല്ലാ ദിവസവും ഇഷ്ടം പോലെ കേക്ക് വാരിത്തിന്നുന്ന ശീലം, അമിതമായി ഭക്ഷണം കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെയും കൊളസ്ട്രോളിന്റെയും ഒക്കെ അളവ് പെട്ടെന്ന് കുതിച്ചുയരാൻ കാരണമാകും. ഒരുപാട് മദ്യം വാരിവലിച്ചകത്താക്കുന്നവർ വേണ്ടത്ര വെള്ളം കുടിക്കില്ല. ഇത് നിർജ്ജലീകരണത്തിന് കാരണമാകും. തുടർന്ന് ഹൃദയമിടിപ്പ് വർദ്ധിക്കുകയും ഇത് ഹൃദയസ്തംഭനത്തിന് കാരണമാവുകയും ചെയ്യും. വർഷത്തിലൊരിക്കലല്ലേ ഉള്ളൂ നിങ്ങൾ കഴിക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൂട്ടുകാരെ അങ്ങ് നിർബന്ധിച്ച് ഇഷ്ടം പോലെ ഇറച്ചിയും കൊഴുപ്പ് പടങ്ങിയ ഭക്ഷണമൊക്കെ കഴിപ്പിക്കും. ഒപ്പം മദ്യവും. ഇതെല്ലാം കൂടി ചെന്ന് അവരുടെ ഹൃദയം സ്തംഭിക്കുന്ന അവസ്ഥയിൽ അമിതമായി ഭക്ഷണം കഴിക്കുന്നതിൻ്റെയോ അമിതമായി മദ്യപിക്കുന്നതിൻ്റെയോ മറ്റൊരു എപ്പിസോഡുണ്ട് എന്ന് പലരും മറന്നുപോകുന്നു. അത് ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകും. പലരും അവധി ദിവസങ്ങളിൽ തങ്ങളുടെ പതിവ് ദിനചര്യകൾ അവഗണിക്കാറുണ്ട്. ചിലർ നിർദ്ദേശിച്ച മരുന്നുകൾ ഒഴിവാക്കും, മറ്റു ചിലർ വ്യായാമം ഒഴിവാക്കും, അല്ലെങ്കിൽ പതിവ് പരിശോധനകൾ കുറച്ചുകൂടി അങ്ങ് നീട്ടിവെക്കും. ചുരുക്കി പറഞ്ഞാൽ ആഘോഷങ്ങളിൽ കുടുങ്ങിപ്പോകുന്നവർ തങ്ങളുടെ ജീവൻ അപകടത്തിൽപ്പെടുന്നത് തിരിച്ചറിയാറില്ല. അവധിക്കാല തിരക്ക് ഒരു വശത്ത്, മറുവശത്ത് ആഘോഷങ്ങൾ തടസ്സപ്പെടുത്താനുള്ള വിമുഖത. ഇതുമൂലം ഹൃദയാഘാതത്തിന്റെ മുന്നറിയിപ്പ് പലപ്പോഴും നമ്മൾ അവഗണിക്കും. നെഞ്ചുവേദന, ശ്വാസതടസ്സം അല്ലെങ്കിൽ കൈകളിലോ താടിയെല്ലിലോ ഉള്ള അസ്വസ്ഥത തുടങ്ങിയ ലക്ഷണങ്ങൾ അവഗണിക്കാറാണ് പതിവ്. ഇതിനെയൊക്കെ നമ്മൾ അവധിക്കാല ക്ഷീണമായി അങ്ങ് തൽക്കാലത്തേക്ക് മാറ്റിവെക്കും. അവധിക്കാലത്ത് ഹൃദയാഘാതം തടയുന്നതിന് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ സജീവമായി നിലനിൽക്കുക തന്നെയാണ് മുഖ്യം. ഉദാസീനമായ പെരുമാറ്റം പലപ്പോഴും നമ്മുടെ അവധിക്കാല ദിനചര്യയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തും. ഉത്സവ ട്രീറ്റുകളൊക്കെ നമ്മൾ ആസ്വദിക്കണം, എന്നാൽ അമിതമാകരുത്. ആരോഗ്യകരമായ തെരഞ്ഞെടുപ്പാണ് ആവശ്യമെന്നോർക്കണം. ആഹ്ലാദങ്ങളൊക്കെ നല്ല സന്തുലിതാവസ്ഥയിൽ നിലനിൽക്കണമെങ്കിൽ നല്ല തെരഞ്ഞെടുപ്പ് അത് അത്യന്താപേക്ഷിതമാണ്. അവധിക്കാല സമ്മർദ്ദം പരമാവധി കുറയ്ക്കുക. പരമാവധി സ്ട്രെസ്സില്ലാത്ത ദിവസങ്ങൾ തന്നെയാവണം തങ്ങൾക്ക് മുന്നിലുള്ളത് എന്നെല്ലാവരും നിശ്ചയിച്ചുറപ്പിക്കുക. എല്ലാം കൂടി പെട്ടെന്നങ്ങ് ചെയ്തു തീർക്കാനുള്ള വെമ്പൽ, ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും ഒക്കെ വീടുകളിലേക്കുള്ള ഓട്ടപ്പാച്ചിൽ, വീട്ടിലേക്ക് വരുന്ന അതിഥികളുടെ ബഹളം എല്ലാം കൂടി നിങ്ങളെ വളരെ സ്ട്രെസ്ഫുൾ മൈൻഡ് സെറ്റിലേക്ക് മാറ്റുന്നുണ്ട് എങ്കിൽ അതിൽ നിന്നൊക്കെ കൃത്യമായി മുക്തരാകണം. തണുപ്പുള്ള കാലഘട്ടമാണ്. രാത്രികാലങ്ങളിൽ നല്ല തണുപ്പുണ്ടാകും. അതുകൊണ്ട് ഉചിതമായ വസ്ത്രങ്ങൾ ധരിച്ച് ഹൃദയാരോഗ്യം പരമാവധി സൂക്ഷിക്കണം. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഹൃദയാഘാതം. ഇന്ന് ചെറുപ്പക്കാരിൽ പലരിലും ഹൃദയാഘാതം സാധാരണയായി കണ്ടുവരുന്നു. ഹാർട്ട് അറ്റാക്ക് നേരത്തെ തന്നെ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതിന് ഒരു 10 ദിവസമോ 1 മാസമോ മുമ്പ് ചില ലക്ഷണങ്ങൾ ശരീരം പ്രകടിപ്പിക്കും. ചില കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ ഹാർട്ട് അറ്റാക്ക് തടയാനും ജീവൻ നിലനിർത്താനും നമുക്ക് കഴിയും. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതിന് ഒരു 10 ദിവസമോ 1 മാസമോ മുമ്പോ മുതൽ ശരീരം ഒരു ക്ഷീണാനുഭവം കാണിക്കും. ഈ ലക്ഷണം പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്നു. ഹാർട്ട് അറ്റാക്കിന്റെ ഏറ്റവും പ്രധാനവും സാധാരണവുമായ ലക്ഷണം നെഞ്ചിന്റെ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥത, നെഞ്ചുവേദന, ഭാരം, നെഞ്ചിന്റെ നടുഭാഗത്തോ ഇടതുഭാഗത്തോ അനുഭവപ്പെടുന്ന ഇറുക്കം, ഞെരുക്കം മുതലായവയാണ്. ഇവയൊക്കെ ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണങ്ങളായി ചിലപ്പോൾ കണ്ടേക്കാം. ശരീരം വിയർക്കുന്നതൊക്കെ സാധാരണയാണ്. എന്നാൽ പ്രത്യക്ഷമായ കാരണങ്ങളില്ലാതെ നിങ്ങൾ അമിതമായി വിയർക്കുന്നുവെങ്കിൽ ഇത് ഹാർട്ട് അറ്റാക്കിന്റെ തന്നെ സൂചനയാകാം. ഹൃദയത്തിലേക്ക് ആവശ്യമായ രക്തം എത്താതെ വരുമ്പോൾ ശരീരം അമിതമായി വിയർക്കാൻ തുടങ്ങും. ചിലരിൽ ദഹന പ്രശ്നങ്ങൾ, ഓക്കാനം തുടങ്ങിയ ലക്ഷണങ്ങളും കണ്ടുവരുന്നു. ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും ഹാർട്ട് അറ്റാക്കിന്റെ സൂചനയാകാം. നടക്കുമ്പോഴോ ഉറങ്ങുമ്പോഴോ ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുവെങ്കിൽ അത് അവഗണിക്കാതിരിക്കുക. ഹൃദയത്തിന് ആവശ്യമായ രക്തം ലഭിക്കാതെ വരുമ്പോൾ ഹൃദയമിടിപ്പ് വർദ്ധിക്കുക സ്വാഭാവികമാണ്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നതായി ഡോക്ടർമാർ പറയുന്നു. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് രോഗിയിൽ കാണപ്പെടുന്ന മറ്റൊരു പ്രധാന ലക്ഷണങ്ങളിലൊന്നാണ് ശരീരവേദന. മിക്ക രോഗികളിലും നെഞ്ച്, തോൾ, കൈ, പുറം, കഴുത്ത്, താടിയെല്ല് തുടങ്ങിയ സ്ഥാനങ്ങളിലാണ് വേദന അനുഭവപ്പെടുന്നത്. കാരണമില്ലാതെ ഇടയ്ക്കിടെ തലകറക്കം അനുഭവപ്പെടുകയാണെങ്കിൽ അതും അവഗണിക്കരുത്. തലകറക്കം, തലവേദന, നെഞ്ചുവേദന, കുറഞ്ഞ രക്തസമ്മർദ്ദം തുടങ്ങിയവയൊക്കെ ഹൃദയാഘാതത്തിന്റെ സൂചനകളാവാം. നെഞ്ചിലെ അസ്വസ്ഥത, ശ്വാസം മുട്ടൽ, തലകറക്കം, ക്ഷീണം, വിറയൽ, ഉത്കണ്ഠ, കാഴ്ചമങ്ങൽ തുടങ്ങിയ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയുള്ളവരും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരും ശാരീരിക ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നർത്ഥം. ആഘോഷത്തിമിർപ്പിലും വ്യായാമം മുടക്കരുത്. വേണ്ടത്ര ഉറക്കം ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. ശരീരത്തിനും മനസ്സിനുമൊക്കെ ഉന്മേഷം ലഭിക്കാൻ ദിവസവും 7 മുതൽ 9 മണിക്കൂർ വരെ ഉറക്കം ആവശ്യമാണ്.
ജലാംശം നിലനിർത്താൻ ധാരാളം വെള്ളം കുടിക്കണം. അത് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. ധാരാളം വെള്ളം കുടിക്കുന്നത് ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഊർജ്ജനില നിലനിർത്തുകയും ചെയ്യുന്നു. ആഘോഷങ്ങളുടെ ഈ ദിവസങ്ങൾ അതീവ ശ്രദ്ധയുള്ളവയായിരിക്കണം എന്നർത്ഥം. ഡിസംബർ അവസാന ആഴ്ച ഏറെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് നമുക്ക് മുന്നിലുള്ളത്. തണുത്ത കാലാവസ്ഥ അപകടകാരിയാണ് എന്നോർമ്മിക്കുക. അവധിക്കാല സമ്മർദ്ദം നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കും, ഹൃദയ സ്തംഭനത്തിന് കാരണമാകും എന്ന് മനസ്സിലാക്കുക. ശൈത്യകാലത്ത് സൂര്യപ്രകാശം വളരെ കുറവാണ്. ഇത് വൈറ്റമിൻ ഡിയുടെ കുറവിന് കാരണമാകും. തണുത്ത കാലാവസ്ഥയുള്ള സമയം നിങ്ങളുടെ രക്തം കട്ടിയുള്ളതും ഒട്ടിപ്പിടിക്കുന്നതുമാകാൻ ഇടവരും. ഇത് രക്തം കട്ട പിടിക്കുന്നതിലേക്ക് നയിച്ചേക്കാം. കേരളത്തിൽ അത്രമേൽ ശൈത്യകാലാവസ്ഥ എന്നൊന്നും ഇപ്പോൾ പൊതുവെ പറയാൻ വയ്യ. എന്നാൽ രാത്രി അത് തണുപ്പേറിയതാണ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ കൂടുതൽ സൂക്ഷ്മത ജീവിതചര്യയിൽ പുലർത്തുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.